കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി. മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ആണ് കോടതിയുടെ അതൃപ്തി. പോലീസിന് രണ്ട് നീതി എന്നുള്ള വിമർശനം കൂടി ഉയരുന്നുണ്ട്. ഈ സംഭവമുണ്ടായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. കോടതി മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലമാണുള്ളത്. ഇപ്പോഴും ഇയാൾ എവിടെയെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് സാധിക്കാതെ പോകുന്നു. വലിയ വിമർശനമാണല്ലോ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷം, മറ്റൊരു കേസിൽ പരിഗണിച്ചതിനിടെയാണ് കോടതി ഇങ്ങനൊരു ചോദ്യം പോലീസിനോട് ചോദിച്ചത്. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം തള്ളിയിട്ടും എന്താണ് പോലീസിന് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ കൈവിറക്കുന്നതെന്നാണ് പോലീസിനോട് കോടതി ചോദിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി ഡോക്ടർ റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ആണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആജ്ഞ സൂചിപ്പിക്കുന്ന പോലെ മറ്റൊരു കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ വിവരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ആണ് ഹൈക്കോടതി ഇപ്പോൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. ആജ്ഞ തുടരാം. അഭിലാഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതി പോലീസിനോട് ആരാഞ്ഞത്. മറ്റൊരു കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു വലിയ വിമർശനം ഉന്നയിച്ചത്. നേരത്തെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ DDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് ഈ റാം. അതുകൊണ്ട് തന്നെ ഇയാള് നേരത്തെ കോടതി, അതായത് സെഷൻസ് കോടതി ഉൾപ്പെടെ തലശ്ശേരി സെഷൻസ് കോടതി, കേരള ഹൈക്കോടതി, അത് തുടർന്ന് സുപ്രീം കോടതി വരെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചെങ്കിലും അത് തള്ളിയിട്ടും അറസ്റ്റ് നടക്കാത്തത് എന്താണ് എന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവുകളെ തന്നെ അപ്രസക്തമാക്കുന്നതാണ് പോലീസിന്റെ നീക്കമെന്നാണ് കോടതി പോലീസിനെതിരെ ഉന്നയിച്ച വിമർശനം. അതാണ് പോലീസിന് രണ്ട് നീതിയാണോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതായത് സാധാരണക്കാരുടെ കാര്യത്തിൽ ഒരു സമീപനവും സ്വാധീനമുള്ളവരുടെ കാര്യത്തിൽ മറ്റൊരു സമീപനവുമാണ് കോടതി പോലീസ് നടപ്പിലാക്കുന്നതെന്നാണ് കോടതി ഉന്നയിച്ചത്. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കൈവിറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നു. കൈവിറയ്ക്കുന്ന പോലീസിന് എങ്ങനെയാണ് നീതി നടപ്പാക്കാൻ കഴിയും എന്നിങ്ങനെ ജസ്റ്റിസ് ബദറുദ്ദീൻ കടുത്ത വിമർശനമാണ് പോലീസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ അതൃപ്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉടൻ അറിയിക്കണമെന്ന് സർക്കാർ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 ഫെബ്രുവരി 14 കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ 1ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജൻ മരിച്ചത്. തുടക്കത്തിൽ ഇത് അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരുന്നത്. പക്ഷെ പിന്നീടാണ് കുടുംബത്തിന്റെയും സഹപാഠികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വിപുലീകരിച്ച് ആത്മഹത്യാ പ്രേരണാകുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്ത്. ആ സമയത്ത് കോളേജ് ചെയർമാനും പ്രിൻസിപ്പലുമായ ഡോക്ടർ റാം ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ കേസെടുത്തിരുന്നു. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയാണ് ഡോക്ടർ റാം ആദ്യം തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിൽ സമീപിച്ചെങ്കിലും 3 കോടതികളും മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് നടപടികൾ വൈകുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതിനു ശേഷം അറസ്റ്റ് നടക്കാത്തതാണ് ഹൈക്കോടതി ചൊടിപ്പിച്ചത്. എന്തായാലും മറ്റൊരു കേസിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചെങ്കിലും അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ധരിപ്പിക്കണമെന്നും കോടതി അഭിഭാഷകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.